പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാശായുടെ തിങ്കളാഴ്ച കർത്താവിൻ്റെ പീഡാനുഭവ നാളുകളിലേക്കുള്ള നമ്മുടെ ജൈത്രയാത്രയുടെ ദിനരാത്രങ്ങളുടെ ആദ്യത്തെ ദിനമാണ്. ഈ ദിനത്തിൽ കഷ്ടാനുഭവാഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കണം. അത് കർത്താവ് തൻ്റെ ശരീരത്തെ ദേവാലയം എന്ന് വിളിച്ചുവെങ്കിൽ ആ ദേവാലയത്തിന് സാങ്കത്യം ലഭിക്കുന്നത് ജെറൂസലേം ദേവാലയവുമായിട്ട് ബന്ധിപ്പിച്ചാണ്. ആ ജെറൂസലേം ദേവാലയം എന്നത് കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു യഹൂദൻ്റെ ചിന്താധാരയിൽ നിന്നും ഉരുത്തിരിയുന്ന ഒന്ന് എന്നതിനേക്കാൾ ഉപരി അവിടെ ഒരു പുത്രൻ്റെ സ്വാതന്ത്ര്യം, ദൈവത്തിൻ്റെ പുത്രൻ്റെ സ്വാതന്ത്ര്യം കർത്താവിടെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. ജെറൂസലേം എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ ജീവിതത്തിൻ്റെ തുണ്ടായിട്ട് മാറുന്ന ഒന്നാണ്. അവർ പ്രവാസികളായിട്ട് കഴിയുമ്പോഴുള്ള മനോഹരമായ സങ്കീർത്തനം, ബാബിലോൺ നദിയുടെ തീരങ്ങളിലിരുന്ന് അവർക്ക് അയവിറക്കുന്നതും സങ്കടപ്പെടുന്നതും ഭാരപ്പെടുന്നതും ഒക്കെ നമ്മൾ 137 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ബാബിലോൺ നദിയുടെ തീരങ്ങളിലിരുന്ന് ഞങ്ങൾ കരഞ്ഞു, അവിടെയുള്ള അലരിവൃക്ഷങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു, ഞങ്ങളെ തടവിലാക്കിയവർ ജെറൂസലേമിനെ കുറിച്ച് ഒരു ഗീതം ആലപിക്കുവാൻ ആവശ്യപ്പെട്ടു. വിജാതി ദേശത്ത് ഞങ്ങളിങ്ങനെ കർത്താവിൻ്റെ ഗീതം ആലപിക്കും. ജെറൂസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലത് എന്നെ മറക്കട്ടെ. ജെറൂസലേമേ, നിനക്ക് ഞാൻ സ്തുതിഗീതം പാടുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിപ്പോകട്ടെ എന്ന് ജൂതൻ പാടിയിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അത്രമാത്രം തീഷ്ണതയുള്ള ഒരു പ്രദേശം എങ്ങനെയാണ് കർത്താവ് കവർച്ചക്കാരുടെ ഗുഹയെന്ന് വിളിക്കുവാനായിട്ട് ഇടയായത്? മനുഷ്യൻ്റെ ദുരാഗ്രഹവും ദ്രവ്യമോഹവും ഒക്കെയും എങ്ങനെ ദൈവസങ്കല്പങ്ങളെ നമ്മുടെ മുമ്പിൽ ഇടിച്ചു കാഴ്ത്തുന്നെന്നും ദൈവത്തെ എങ്ങനെ പിന്നോക്കം പായിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പദോസ്വത്തിൽ പറയുന്നുണ്ട്, യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരെയും പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു എന്നെഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ആരാധനയ്ക്കായിട്ട് എത്തുന്ന ആളുകളുടെ സൗകര്യത്തിനായിട്ടാണ് ക്രയവിക്രയം ജെറൂസലേം ദേവാലയത്തിൽ ക്രമീകരിച്ചത്. ബലിക്കുള്ള പക്ഷിമൃഗാദികൾ അവിടെ വിലയ്ക്ക് വാങ്ങാൻ ലഭ്യമായിരുന്നു. അതുപോലെ തന്നെ ദേവാലയ ഭണ്ഡാരത്തിൽ സമർപ്പിക്കാനുള്ള പണവും അവിടെ നിന്ന് മാറ്റി വാങ്ങാമായിരുന്നു. നമുക്കറിയാം, ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ അമേരിക്കയിൽ പോവുകയാണെങ്കിൽ ഡോളർ ആക്കിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ യൂറോ ആക്കിക്കൊണ്ട് പോകും. അതുപോലെ ഓരോ പ്രദേശത്തും അവിടെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവിടെ നാണയം മാറ്റാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഈ ജെറൂസലേം ദേവാലയത്തിലെ നാണയം എന്ന് പറഞ്ഞാൽ ടൈർ എന്ന് പറയുന്ന സ്ഥലത്തെ നാണയമായിരുന്നു ജെറൂസലേമിൻ്റെ ദേവാലയ ഭണ്ഡാരത്തിൽ ഇട്ടിരുന്നത്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ പണം അവിടെ കൊടുത്തിട്ട് ടൈറിലെ പണം ശേഖരിച്ചതിന് ശേഷം ആ പണമാണ് അവർ ദേവാലയ ഭണ്ഡാരത്തിൽ ഇട്ടിരുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് എന്തുകൊണ്ടാണ് ശോഭിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ദേവാലയത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള വിജാതിയരുടെ മാളിക എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ട്. അക്കാലത്ത് അനേകം വിജാതിയരോട് പ്രാർത്ഥിക്കാനായിട്ട് വരുവായിരുന്നു. ജെറൂസലേമിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. ആ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ ജീവിത സൗകര്യങ്ങൾ കൂടി, ദൈവത്തെ തിരിച്ചറിയാൻ കിട്ടുന്ന ആ മാർഗനിവേശനങ്ങൾ കൂടി അപഹരിച്ചുകൊണ്ട് ദേവാലയത്തെ സമ്പത്തിൻ്റെ ഒരു കോയ്മയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് കർത്താവ് അവിടെ കവർച്ചക്കാരുടെ ഗുഹയെന്ന് തൻ്റെ പ്രാർത്ഥനാലയത്തെ അവിടെ വിശേഷിപ്പിക്കുന്നത്. അവിടെ ഈ ക്രയവിക്രയം ആദ്യകാലത്ത് ഒലിവുമലയ്ക്കരിയിലായിരുന്നു. ഒലിവുമല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് വളരെ ദൂരെയാണ്. അത് കുറേ കൂടെ കഴിഞ്ഞപ്പോൾ ദുരമൂത്ത, ധനത്തോടുള്ള ആർത്തിമൂത്ത അവിടുത്തെ പ്രമാണിമാരും ദേവാലയ മുഖ്യന്മാരും ഒക്കെ ചേർന്നുകൊണ്ട്, അവരുടെ ബന്ധുമിത്രാദികളും ഒക്കെ ചേർന്നുകൊണ്ട് ഇതിൻ്റെ പ്രദേശങ്ങൾ കുറേശ്ശെ കൂട്ടി കച്ചവടം കൊണ്ടുവന്ന് ഏറ്റവും അവസാനം ദേവാലയത്തിൻ്റെ ഉള്ളിൽ വരെ ഈ കച്ചവടം കടന്നു വന്നപ്പോഴാണ് കർത്താവിടെ ചാട്ടയെടുക്കുന്നത്. പ്രാർത്ഥനാലയം എന്നത് യെശയ്യ 56:7 കള്ളന്മാരുടെ ഗുഹ എന്നത് ജെറമ്യ 7:11 ഉദ്ധരണികളാണ്. കവർച്ചക്കാർ എന്നതിൽ നിയമജ്ഞരെയും പുരോഹിതരെയും യേശു ഉദ്ദേശിക്കുന്നു. ഒലിവുമലയിൽ ക്രയവിക്രയത്തിന് സൗകര്യമുണ്ടായിരുന്നിട്ടും ദേവാലയത്തിലേക്ക് അത് മാറ്റിയത് പണത്തോടുള്ള ദുരയും ആർത്തിയുമാണെന്നുള്ളത് വ്യക്തമാണല്ലോ. നമ്മൾ ദേവാലയത്തിൻ്റെ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയെല്ലാം ദൈവം ഒരുക്കിയ സംവിധാനങ്ങൾക്ക് ഉപരിയായി മനുഷ്യൻ്റെ ആർത്തിമൂത്ത സംസ്കാരം അവിടെയെല്ലാം തള്ളിക്കയറി കഴിഞ്ഞപ്പോൾ അതെല്ലാം വികലമായി മാറി. പ്രാർത്ഥനയുടെ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും, ധനത്തിൻ്റെ എല്ലാത്തിനുപരി നമുക്കറിയാം, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണമെന്ന് പറയുന്നുണ്ട്. ആ ധനമോഹത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഇത് വലിയ ആത്മീയ ജീവിതത്തിലെ വലിയൊരു അപജയമാണ്.
ഇന്ന് ഏത് കാലം നോക്കിക്കഴിഞ്ഞാലും ഈ ധനമോഹത്തിൻ്റെ പിന്നിൽ ഏറ്റവും അവസാനം നമ്മുടെ വലിയ സങ്കല്പങ്ങൾ, വലിയ നന്മകൾ അത് പലപ്പോഴും ഇടിഞ്ഞു വീഴുന്നത് വലിയ വേദനയോടുകൂടിയാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ കാണുന്നു ഈ ദേവാലയത്തിലേക്ക് കർത്താവ് കടന്നു വരുന്ന അംഗവിഹീനരായ ആളുകളെ, അവരെയൊക്കെ കർത്താവിടെ വെച്ച് തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. 2 സാമുവേൽ 8:6-8 പറയുന്ന സംഭവത്തിന് വെളിച്ചം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അംഗഹീനർക്കും അന്ധർക്കും ദേവാലയത്തിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു. അവിടെയാണ് കർത്താവ് അവരെ തൊട്ട് സുഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സംവിധാനത്തിൽ ഇവരെ എല്ലാവരെയും ദൈവം സുഖപ്പെടുത്തുമ്പോൾ അവിടെ ദേവാലയ ശുദ്ധീകരണത്തെക്കാട്ടിലുപരി ദൈവാലയത്തിൻ്റെ നവീകരണമാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഓരോ കുഞ്ഞും ദൈവത്തിന് ശ്രേഷ്ഠരാണ്. ഒരു മനുഷ്യനെയും അവരുടെ ജീവിതത്തിൻ്റെ അപജയങ്ങളുടെ പേരിൽ അവരെ ഇകഴ്ത്തി കാണിക്കുവാൻ പാടില്ല എന്നുള്ള ദേവാലയ മുഖ്യന്മാരുടെ ആ ഒരു കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാട് കർത്താവ് എടുക്കുമ്പോൾ അത് കുരിശിലേക്കുള്ള അവൻ്റെ ദൂരം കുറച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ പ്രധാന പുരോഹിതന്മാരും എല്ലാവരും കൂടിയിട്ട് ആലോചിക്കുകയാണ്, അവനെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിന് മുമ്പിലാണ് അകലങ്ങളിൽ ഗോകുൽത്തായിലേക്ക് ഒരു സങ്കലന ജനം കൂടി സഹനത്തിൻ്റെ പാതയിൽ അവൻ്റെ ജീവിതത്തോട് ഒട്ടിച്ചേരുവാനായിട്ട് ഇടയാകുന്നത്. ദിവസത്തിൽ മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 17 ഒരു ചെറിയ വാക്യം വളരെ അർത്ഥപൂർണ്ണമാണ് ഇവിടെ. അനന്തരം അവൻ അവരെ വിട്ട്, വാക്ക് പറഞ്ഞിരിക്കുന്നതാണ്, അനന്തരം അവൻ അവരെ വിട്ടു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിൽ വന്ന യേശുനാഥന് യഹൂദരുടെ മതസംവിധാനത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ ആ വിരിയിലൂടെ നമുക്കായിട്ട് പുതിയൊരു സഭയെ തുറക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. എന്റെ പാപം ഏറ്റെടുക്കാൻ